മാർക്കറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഇതിങ്ങനെ വന്നേ പറ്റൂ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾക്കോ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കത്തില്ലെന്ന് കർത്താവ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ സംഭവിച്ചേ പറ്റൂ, ഇങ്ങനെ സംഭവിക്കണം. അതാണ് പ്രവചന നിവൃത്തീകരണം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പ്രവചനങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് അത് ചരിത്രങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ദൈവം ആദ്യം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തും. അത് സംഭവിച്ചു കഴിയുമ്പോൾ അത് ചരിത്രമായിട്ട് അവശേഷിക്കപ്പെടും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ മാധ്യമങ്ങളും യൂട്യൂബ് ചാനൽസും ഇവരെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നുവോ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം എങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വിശുദ്ധ തിരുവെഴുത്ത്